പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിഞ്ചു, ഹസ്ബൻഡിൻ്റെ പേര് ജെറിൻ. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്നാണ്. പെരുമ്പാവൂർ വല്ലമാണ് എൻ്റെ ഇടവക. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സായിരുന്നു. അപ്പോൾ എല്ലാ നേഴ്സുമാരെ പോലെ പുറത്തു പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ സൗദിയിൽ വെച്ച് തന്നെ OET എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. അവിടെ വെച്ചാണ് കൃപാസനത്തെക്കുറിച്ചും കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ട് ഞാൻ ഒരുപാട് യൂട്യൂബിൽ ടോക്കുകളൊക്കെ കണ്ടിരുന്നു അച്ഛൻ്റെ. അതുപോലെ സാക്ഷ്യങ്ങൾ ഒരുപാട് കേട്ടിരുന്നു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അതും ഞാൻ മനഃപ്പാഠമാക്കിയിരുന്നു. അവിടെ വെച്ച് തന്നെ ചൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ട്, എപ്പോഴും ചൊല്ലുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എക്സിറ്റായി നാട്ടിൽ വന്ന് OET പഠിക്കാനായിട്ട് തീരുമാനിച്ചു. വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഒക്ടോബർ 13 2022 ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം തന്നെ OET എക്സാം പാസ്സാവണം, പുറത്തു പോകണമെന്നുള്ളതായിരുന്നു. സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്ഥലം മതി. എന്നാലും മനസ്സിലിഷ്ടം അയർലൻഡിന് പോകണമെന്നായിരുന്നു. UK ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അയർലൻഡിലും മതി എന്നായിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തു, പഠിച്ചു. ഹസ്ബൻഡ് ലീവിനായിരുന്നു നാട്ടിൽ വന്നിരുന്നത്. അത് കഴിഞ്ഞ് എക്സാം എഴുതുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡേറ്റ് എടുത്തതിന് ശേഷം എക്സാമിൻ്റെ തലേദിവസമാണെങ്കിലും ടെൻഷൻ കൊണ്ടാണോ എന്നെങ്ങനെയാണെന്നറിയില്ല, ഹസ്ബൻഡിനോടൊക്കെ ഭയങ്കര ദേഷ്യവും എല്ലാത്തിനോടൊക്കെ ഒരു ദേഷ്യമായിരുന്നു. പിറ്റേ ദിവസം പോയി എക്സാം എഴുതാനായിട്ട് മാതാവിൻ്റെ കാശിരൂപം ഉപ്പും എല്ലാം തൈലവും കൊണ്ടൊക്കെയാണ് പോയത്. എനിക്ക് മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് എപ്പോഴും ഹെഡേക്ക് ഉണ്ടാകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ടാബ്ലറ്റൊക്കെ കൊണ്ടാണ് പോകുന്നത് എക്സാമിന്. അത് കഴിഞ്ഞ് എക്സാം എഴുതിയപ്പോൾ ഭയങ്കര ടഫായിരുന്നു എക്സാം. എന്തായാലും കിട്ടത്തില്ല അങ്ങനെ ഉറപ്പായിരുന്നു. കാരണം എനിക്ക് ദേഷ്യമെല്ലാം ആയിരുന്നു എപ്പോഴും. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ സാധാരണ പോലെ തന്നെ എനിക്ക് കിട്ടിയില്ല. ഒത്തിരി സങ്കടമായി. എന്നാലും ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എല്ലാവരോടൊക്കെ ദേഷ്യപ്പെട്ട് നടന്നുകൊണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തികൾ, പത്രം വിതരണം, ബൈബിൾ വായന, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ പുതുക്കി ഫസ്റ്റ് നിയോഗമായിട്ട് ഞാൻ എൻ്റെ ആത്മീയമായിട്ടുള്ള നവീകരണം വെച്ചു, കുടുംബ നവീകരണം വെച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഹസ്ബൻഡ് തിരിച്ച് ദുബായിക്ക് പോയി. ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറി, അവിടെ ചെന്ന് പഠിച്ചു. അവിടെ വെച്ച് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അതിൽ കുറേ പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരായിരുന്നു. പിന്നെ ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അപ്പോൾ മാതാവ് കൈവിടത്തില്ല, എന്തായാലും നമുക്ക് പാസ്സാവാൻ പറ്റും. അങ്ങനെ ഞാനും വേറെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് അവിടെയാണെങ്കിലും എറണാകുളത്ത് വെച്ചാണെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കൊടുത്തു, പത്രം വിതരണം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പറ്റുന്ന രീതിയിലൊക്കെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. പള്ളിയിലാണെങ്കിലും അടുത്ത് തന്നെയായിരുന്നു എൻ്റെ ഹോസ്റ്റൽ. അപ്പം മിക്ക ദിവസവും തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ആണെങ്കിൽ ഇവിടുത്തെ ധ്യാനം കൂടുമായിരുന്നു. ഉപവാസവും പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഏശയ്യായുടെ 45:2-3 എപ്പോഴും വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ നിനക്ക് മുമ്പിൽ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പളിൽ ഓടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ആ വചനം ഞാൻ എപ്പോഴും എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സാമിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര കാമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം കിട്ടും, മാക്സിമം പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചു. കൂടെ എക്സാം എഴുതാനായിട്ട് വേറെ 2 പിള്ളേരുണ്ടായിരുന്നു, ഫ്രഷേഴ്സ്. അവർക്കപ്പോൾ UK സ്കോർ വേണമെന്നാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും വാങ്ങിച്ചിരുന്നു എക്സാമിന് മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് UK സ്കോറൊന്നും തരേണ്ട മാതാവേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള സ്കോർ മതി, അയർലൻഡാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ എക്സാം എളുപ്പമായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റൈറ്റിംഗ് കുറച്ച് ടഫായിരുന്നു, OET എക്സാം എഴുതുന്നവർക്ക് അറിയാം. അപ്പോൾ റിസൾട്ട് വരുന്നതിൻ്റെ ദിവസം ഞാൻ പള്ളിയിൽ പോയിരുന്നു തന്നെയാണ് റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ക്ലബിംഗ് സ്കോറാണ്. അപ്പോൾ ഒത്തിരി വിഷമം തോന്നി, ക്ലബിംഗ് സ്കോറാണല്ലോ കിട്ടിയത്, അതും റൈറ്റിങ്ങിന് 2 മാർക്കിനാണ് പോയത്, അയർലൻഡ് സ്കോർ പോയത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. വീണ്ടും റിപ്പീറ്റ് എഴുതണോ, UK നോക്കണോ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അയർലൻഡ് സ്കോർ ചിലപ്പോൾ കിട്ടുമായിരിക്കും, റൈറ്റിങ്ങിന് റിവാലുവേഷന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ റൈറ്റിംഗ് റിവാലുവേഷന് കൊടുത്തു. ഹസ്ബൻഡ് പറഞ്ഞു എങ്കിൽ നമുക്ക് ന്യൂസിലാൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, പോയ മൊഡ്യൂൾ മാത്രം എഴുതിയെടുക്കാൻ പറ്റും, അങ്ങനെ നോക്കിയാലോ. അപ്പോൾ റീഡിംഗ് ആണ് പോയ മൊഡ്യൂൾ, അതിന് എനിക്ക് C+ ആയിരുന്നു. ഞാൻ പറഞ്ഞു റീഡിംഗ് എഴുതി കിട്ടത്തില്ല, ചാൻസ് കുറവാണ്. ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ് റീഡിംഗ് എഴുതിയതെങ്കിലും കിട്ടാൻ ചാൻസ് ഇല്ല, B ഗ്രേഡ് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ന്യൂസിലാൻഡാണ് ഹസ്ബൻഡിന് ഇഷ്ടമെന്ന് തോന്നി, അപ്പോൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, റീഡിങ്ങിന് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റീഡിങ്ങിന് ഡേറ്റ് എടുത്തു.
അപ്പോഴും എൻ്റെ പ്രതീക്ഷ ഉടമ്പടിയിലാണല്ലോ, എനിക്ക് റൈറ്റിങ്ങിൻ്റെ റിവാലുവേഷന് കിട്ടുമായിരിക്കും, എല്ലാവരും പറഞ്ഞു കിട്ടുമായിരിക്കും, 2 മാർക്കിനല്ലേ പോയത്, അപ്പോൾ കിട്ടും എന്ന് തന്നെ വിശ്വസിച്ചു. അതുകൊണ്ട് റീഡിംഗ് ആയാലും വലിയ കാര്യമായിട്ട് പഠിച്ചൊന്നുമില്ല. അങ്ങനെ റിവാലുവേഷൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് സാധാരണ എപ്പോഴും ഞാൻ നോക്കുന്നത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നോക്കാറ്. പക്ഷെ അന്ന് ഞാൻ എന്തോ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് മെയിൽ ഓപ്പൺ ചെയ്ത് റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ തകർന്നു. ഈ റിസൾട്ട് എൻ്റെ റൈറ്റിങ്ങിൻ്റെ ഗ്രേഡ് ഒന്നുകൂടി താഴെ പോയിണു. എനിക്കുണ്ടായിരുന്ന C+ എന്നുള്ള ഗ്രേഡ് താഴെ സിയിലേക്ക് ഇറങ്ങിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ അത്ര സങ്കടപ്പെട്ടു. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എന്താ ഇങ്ങനെ സ്കോർ കുറഞ്ഞു പോയത്, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എല്ലാം ഞാൻ ചെയ്തതാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്, എന്നിട്ടും ഇങ്ങനെ പരീക്ഷിക്കണത് എന്താണെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും 2 ദിവസത്തേക്ക് പിന്നെ ഒട്ടും പ്രാർത്ഥിച്ചൊന്നുമില്ല. മനസ്സ് ഭയങ്കര തകർന്നു പോയിരുന്നു. ആരോടും പറയാണ്ടൊക്കെയാണ് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തതായിരുന്നത്. അങ്ങനെ വീട്ടിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് തിരിച്ചു പോയതുകൊണ്ട് ഹസ്ബൻഡ് വിളിച്ച് കുറേ സമാധാനിപ്പിച്ചു. എൻ്റെ മമ്മിയാണെങ്കിലും, മമ്മി ഒത്തിരി മാതാവിൽ വിശ്വസിക്കുന്ന ആളാണ്. മമ്മി പറഞ്ഞു, കുഴപ്പമില്ല, അടുത്ത എക്സാം നോക്കാം, ഇനിയിപ്പോൾ റീഡിങ്ങിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം റൈറ്റിങ്ങിൻ്റെ ഡേറ്റ് എടുക്കാം, ന്യൂസിലാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നോക്കാമെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോഴും ഒന്നും ഉറപ്പൊന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ റീഡിങ്ങും റൈറ്റിങ്ങും കൂടി എഴുതാനായിട്ട് തീരുമാനിച്ചു. ആ ഡേറ്റിൽ പോയി വീണ്ടും റീഡിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും എക്സാം എഴുതി. റീഡിങ്ങിൻ്റെ പാട്ട് ഭയങ്കര ടഫായിരുന്നു. ഞാൻ മാതാവിൻ്റെ ഉപ്പും കാശിരൂപമൊക്കെ കൊണ്ടാണ് പോയത്. തൈലാണെങ്കിലും എക്സാം പേപ്പറിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ തേക്കണ രീതി, ഉപ്പ് ജസ്റ്റ് കുറച്ച് കൈ പിടിച്ചിട്ടാണ് പോയത്, ആരും കാണാതെ. അങ്ങനെ ഉപ്പ് ജസ്റ്റ് എൻ്റെ ആൻസർ പേപ്പറിൽ ജസ്റ്റ് പുരട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാട്ട് ഫുള്ള് ഭയങ്കര ടഫ്, ഒന്നും എഴുതിയിട്ടില്ല. 20 ക്വസ്റ്റിനുള്ളിൽ മിക്ക ക്വസ്റ്റ്യൻസും ഇട്ടിട്ടുണ്ട്. ബിയും സിയും എനിക്കറിയില്ല. മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മാതാവ് പറഞ്ഞ ഓപ്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതാണ് അത് കർപ്പിച്ചത്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. എപ്പോഴും റിസൾട്ട് വരുന്നത് ചൊവ്വാഴ്ചകളിലാണ്. അപ്പോൾ ഇവിടെ ധ്യാനം നടക്കുന്ന ദിവസമാണ്. അങ്ങനെ ധ്യാനം കൂടും ഞാനപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ. റിസൾട്ട് വരുമ്പോഴായാലും നമുക്ക് ഭയങ്കര ടെൻഷനായി, ഇപ്രാവശ്യം കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ഇത് കിട്ടത്തില്ല എന്ന് ഉറപ്പായിരുന്നു. ഈ പ്രാവശ്യം റൈറ്റിംഗ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ നോക്കിയത് ഹസ്ബൻഡാണ് നോക്കിയത്. ഹസ്ബൻഡ് നോക്കിയിട്ട് ദുബായിൽ നിന്ന് വിളിച്ചു, റിസൾട്ട് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് നോക്കിയിട്ട് പറഞ്ഞു, റൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, റീഡിങ് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്, പോയിട്ടുണ്ടാവും, എന്തായാലും പോയിട്ടുണ്ടാവും, പാട്ട് ഫുള്ള് ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, റീഡിങ് കിട്ടിയില്ല, നിനക്ക് 350 മാർക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ 350 മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് B ഗ്രേഡാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, B ഗ്രേഡാണോ എനിക്ക് കിട്ടിയത്? അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ വേഗം പോയി മെയിൽ ഓപ്പൺ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് മെയിൽ ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ തിരികെ എത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും റീഡിങ്ങിന് B ഗ്രേഡ്, കറക്റ്റ് B ഗ്രേഡിൽ കൊന്നെത്തിച്ചേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്ന് എനിക്ക് റൈറ്റിങ്ങിൻ്റെ സ്കോർ കളഞ്ഞത് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അടുത്ത റീഡിങ് എനിക്ക് ഒന്നും എഴുതാണ്ട് എനിക്ക് മാതാവ് B ഗ്രേഡ് തരാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് റൈറ്റിങ്ങിൻ്റെ സ്കോർ കളഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എക്സാം പാസ്സായി. എക്സാം പാസ്സാക്കി തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദിയുണ്ട്. ഞാനങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. ഹസ്ബൻഡും തിരിച്ച് നാട്ടിലേക്ക് വന്നു. പ്രോസസ്സിങ്ങിൻ്റെ സമയത്തും ഒത്തിരി പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി പരീക്ഷണങ്ങൾ. വിസയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് കിട്ടേണ്ട വിസ ഇടയ്ക്ക് ബ്ലോക്കായി കിടന്നു. എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് മെയിലൊക്കെ ഒരുപാട് അയച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഓൾറെഡി വിസ നിങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ മെയിലിലേക്ക് വരാതിരുന്നതാണ്. അങ്ങനെ DL കിട്ടുന്നതിൻ്റെ കാര്യത്തിലും DL ഒക്കെ കുറേ ഞങ്ങൾക്ക് ടൈം എടുത്താണ് കിട്ടിയത്. അവിടെ വെക്കേഷൻ വന്നു. അങ്ങനെ ഒത്തിരി സമയം എടുത്താണ് കിട്ടിയത്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്തു. അവിടെ ഇനി എനിക്ക് 1 മന്ത് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ഒത്തിരി പരീക്ഷിച്ചാലും ദൈവത്തിൻ്റെ കൃപ അടുത്ത ദിവസം തന്നെ എനിക്ക് പരീക്ഷണങ്ങൾ അതിജീവിക്കാനായിട്ട് കൃപയാലായിട്ട് എന്നെ നിറയ്ക്കുന്നുണ്ട് ദൈവം. അതുകൊണ്ട് പരീക്ഷണത്തിൻ്റെ സമയത്തും വിശ്വാസം കൈവിടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ എപ്പോഴും നിറയ്ക്കുന്നുണ്ട്. ഒന്നും എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കിട്ടിയത് തന്നെയാണ്. അതിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ എപ്പോഴും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചെല്ലുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും ഞാൻ മുടക്കാറില്ല. അങ്ങനെ ഞാൻ ഈ 16-ാം തീയതി വെള്ളിയാഴ്ച ന്യൂസിലാൻഡിന് പോവാണ്. മാതാവിനെ കൊണ്ടാണ് പോകുന്നത്. മാതാവ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. സഞ്ചാരി മാതാവാണ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്. അപ്പോൾ അമ്മ കൂടെ വന്ന് എല്ലാം ശരിയാക്കി തരും, ജോലിക്ക് കയറാൻ സാധിക്കും. അങ്ങനെ എല്ലാത്തിനും അമ്മ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഒത്തിരി അനുഗ്രഹം തന്ന ദേവമാതാവിനും തിരുക്കുമാരനും
1000 നന്ദി, 1000 ഉമ്മ. ഇതുപോലെ തന്നെ എൻ്റെ മമ്മിക്ക് കുറച്ച് ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ അൾട്രാസൗണ്ടിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പപ്പയുടെ അനിയൻ, ഹസ്ബൻഡിൻ്റെ പപ്പയുടെ അനിയൻ്റെ കൊച്ച് ആൻറ്റി 4ാമതും പ്രഗ്നൻസി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ 3 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ 4ാമത്തെ ഒരു ആൺകുച്ചിനെ നൽകി അനുഗ്രഹിക്കണേ മാതാവേ എന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങൾ. അതൊരു നിയോഗമായിരുന്നു. അങ്ങനെ ആൺകൊച്ചിനെയാണ് കൊടുത്തത് 4ാമത്തെയും. പിന്നെ അനിയത്തിയുടെ കാര്യം വെച്ചിട്ടുണ്ട്, ജോലിയുടെ കാര്യം. അവൾക്കിപ്പോൾ തൽക്കാലത്തേക്കൊരു ജോലി കുഴപ്പമില്ലാണ്ടുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ദൈവമാതാവ് തന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിന് തിരുക്കുമാരനും ഒത്തിരി നന്ദി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ഏറ്റവും വലിയ മനോഭാവം ഇതുതന്നെയാണ്. പരിശുദ്ധ അമ്മ മംഗളവാർത്തയുടെ സമയത്ത് ദൈവദൂതനോട് പറയുകയാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ. അപ്പോൾ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാനായിട്ട് ഉടമ്പടി എടുക്കുന്ന ഏതൊരു വ്യക്തിക്കും സാധിക്കുമ്പോഴാണ് അവരുടെ ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തി എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത ഓരോ വ്യക്തിയും ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ അവരുടെ ജീവിത നിയോഗമായിട്ട് വെച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യം നമ്മളോട് പറയുകയാണ്. ലിഞ്ചു പോൾ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു, OET എക്സാം പലതവണ എഴുതി ഓരോ തവണയും പാസ്സാകാതെ പോകുമ്പോൾ പരിശുദ്ധമ്മയോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് പറയുകയാണ്, ഈശോയുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന പ്രാർത്ഥനയിൽ ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും ഇവരുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അരുതായ്മകൾ സംഭവിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോകാതെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ നമ്മൾ നിലനിന്നുകൊണ്ട് നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ തീവ്രമായിട്ട് തീക്ഷ്ണതയോടുകൂടി നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയും നമ്മുടെ ഉടമ്പടി ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ ദൈവാനുഗ്രഹങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഈ അൾത്താരയിൽ പറയുന്ന ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്നും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിലനിൽപ്പിനുള്ള വരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവഹിതം ജീവിതത്തിൽ നിറവേറുവാനായിട്ടുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കാം. ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.